ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേ സീരിയലിന്റെ വരാൻ പോകുന്ന അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ രേവതിക്കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അലീന തിരിച്ചറിയുന്ന ഒരു ഭാഗമാണ് പറയാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കെ അലീനയുടെ ഓർഫണേജിൽ നിന്നും അലീനയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. മോളെ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്, നിനക്ക് ഞങ്ങളെ ഒന്നും കാണാൻ തോന്നുന്നില്ലേ? നീ ഇപ്പോൾ ഇങ്ങോട്ട് വരാറേ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്നേ ഉള്ളൂ. എൻ്റെ ഓരോ ദിവസവും എൻ്റെ ഓരോ പ്രാർത്ഥനയിലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്താറുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നിന്നൊരു മാഡം പറയുന്നുണ്ട്, മോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഇങ്ങോട്ടൊന്ന് വന്നിട്ട് പോകണം. ബ്രിജിത്ത മാം മരിക്കുന്ന സമയത്ത് നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്താണെന്നൊന്നും അറിയില്ല. നിനക്ക് പ്രായപൂർത്തിയാകുന്ന സമയത്ത് അത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്നാണ് ബ്രിജിത്ത മമ്മി ഞങ്ങളെ പറഞ്ഞേൽപ്പിച്ചത്. അപ്പോൾ അത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്നുണ്ട്. അതുകൊണ്ട് നീ എന്തായാലും ഇങ്ങോട്ടൊന്ന് വന്നിട്ട് പോകണം എന്ന് അലീനയോട് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ശരി ഞാൻ വരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന പിറ്റേ ദിവസം രാവിലെ തന്നെ ഓർഫണേജിൽ എത്തുന്നു. അവിടെ ചെന്ന ഉടനെ തന്നെ ഒരു മാഡം അവളുടെ കയ്യിലേക്ക് ആ ഒരു ഫയൽ എടുത്തു കൊടുക്കുകയാണ്. ആ ഒരു വിറങ്ങലിച്ച കൈയോടെയാണ് കേട്ടോ അലീന അത് വാങ്ങുന്ന സമയത്ത് അലീന ആലോചിക്കുന്നുണ്ട്, ഇതിനകത്ത് എന്തായിരിക്കും എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഉണ്ടായിരുന്നത് രേവതിക്കുട്ടിയുടെ അമ്മ മരിക്കുന്നതിന് മുൻപ് അവിടുത്തെ ബ്രിജിത്ത മാമിനെ ഏൽപ്പിച്ച ഒരു ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പൊ രേവതിക്കുട്ടിയുടെ അച്ഛന്റെ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫയലായിരുന്നു അവിടെ ഏൽപ്പിച്ചിരുന്നത്. അത് രേവതിക്കുട്ടി വലുതാകുന്ന സമയത്ത് അവളുടെ അമ്മയെ ഒരിക്കലും അവള് പഴിക്കരുത്, അവളുടെ അച്ഛൻ അവളുടെ അമ്മയെ സ്നേഹിച്ച് വഞ്ചിച്ചു പോയ കഥയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അലീനയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. എങ്കിലും ഒരു വിറങ്ങലിച്ച കൈയോടുകൂടിയാണ് അലീന ആ ഒരു ഫയൽ ഏറ്റുവാങ്ങുന്നത്. അതിനകത്ത് എന്തായിരിക്കും എന്നുള്ള കാര്യം അലീന ഇങ്ങനെ പലതവണ ആലോചിക്കുന്നുണ്ട്. ശേഷം അലീന അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് അലീനയുടെ വിവരങ്ങളും കുഞ്ഞിരാമന്റെ വിവരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു സന്തോഷത്തോടെയാണെങ്കിലും അപ്പുറത്തെ ഒരു പേജ് മാറ്റുന്ന സമയത്ത് രേവതിക്കുട്ടിയുടെ വിവരങ്ങളാണ് കേട്ടോ കാണുന്നത്. ആരായിരിക്കും അവളുടെ അച്ഛൻ എന്നുള്ള ഒരു ആകാംക്ഷയിൽ അനിൽ ആ ഒരു പേപ്പർ മറിച്ചു നോക്കുന്നുണ്ട്. അതിനകത്ത് കൈതക്കൽ എന്നൊരു വീട്ടുപോരും ശിവപ്രസാദ് എന്നൊരു പേരും കാണുന്നുണ്ട്. അപ്പൊ അത് കുറേ തവണ അലീന അത് ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എവിടെയോ എനിക്ക് നല്ല പരിചയമുള്ള പേരാണല്ലോ ശിവപ്രസാദും കൈതക്കലും ഒക്കെ. അങ്ങനെ കുറേ ദിവസം ആലോചിച്ചിട്ടാണ് അലീനയ്ക്ക് ആ ഒരു ഞെട്ടലോടെ ആ ഒരു സത്യം മനസ്സിലാവുന്നത്. അയ്യോ, ഇത് മനുവേട്ടന്റെ അച്ഛന്റെ പേരാണല്ലോ. ശിവപ്രസാദ് എന്നാണ് മനുവേട്ടന്റെ ശിവപ്രസാദ് എന്നത് മനുവേട്ടന്റെ അച്ഛന്റെ പേരല്ലേ, കൈതക്കൽ വീട്ടുപേരല്ലേ, ഇത് എങ്ങനെ ഇവിടെ വന്നു? അപ്പൊ രേവതിക്കുട്ടിയുടെ അച്ഛൻ മനുവേട്ടന്റെ അച്ഛനാണോ രേവതിക്കുട്ടിയുടെ അമ്മയെ വഞ്ചിച്ച് അവർക്ക് ഒരു സമ്മാനം, അതായത് രേവതിക്കുട്ടിയെ കൊടുത്തിട്ട് പോയത്? അപ്പോൾ മനുവേട്ടന്റെ സ്വന്തം സഹോദരിയാണോ എൻ്റെ രേവതിക്കുട്ടി എന്നൊക്കെ ഇങ്ങനെ ഞെട്ടലോടുകൂടി ആലോചിക്കുന്നുണ്ട് അലീന. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങുന്ന അലീന രേവതിക്കുട്ടിയുടെ അമ്മയുടെ സഹോദരനെ കാണാനാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ അയാളുടെ ഭാര്യയും ഒക്കെ ഉണ്ട്. അപ്പൊ രേവതിക്കുട്ടിയുടെ അമ്മയുടെ കാര്യങ്ങൾ ഒരുപാട് തവണ ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് അലീനയോട് ആദ്യം പെരുമാറുന്നത്. അലീന വീണ്ടും അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലക്ഷ്മി എന്നൊരു പെങ്ങൾ ഇല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ഭാര്യ അടുക്കളയിൽ നിന്നും ഓടി വരുന്നുണ്ട്. അപ്പൊ അവര് വലിയ ദേഷ്യത്തിലാണ് അലീനയോട് പെരുമാറുന്നത്. ഇപ്പൊ ഇവിടുന്ന് പോയിക്കൊള്ളണം, അവളുടെ കാര്യം ഈ വീട്ടിൽ മിണ്ടാനേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അലീന പോകുന്ന വഴിക്ക് അവരുടെ സഹോദരൻ ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, മോളെ നീ ആരാണ്? എൻ്റെ ലക്ഷ്മി, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനിയത്തിയായിരുന്നു അവളെ കാണാൻ തന്നെ എന്തൊരു സുന്ദരിയായിരുന്നു. പക്ഷെ അവള് നമ്മളെ എല്ലാം ചതിച്ച് മറ്റൊരു ലോകത്തേക്ക് പോയി. ഞങ്ങളിപ്പോൾ അവളുടെ കാര്യം ഓർക്കാറില്ല. ഇപ്പം ഞങ്ങൾക്ക് താല്പര്യമില്ല. അവളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പല പല ഓർമ്മകളുമാണ് മനസ്സിലേക്ക് വരുന്നത്. എൻ്റെ കളിക്കൂട്ടുകാരി, എൻ്റെ അനിയത്തി എല്ലാം ആയിരുന്നു അവള് പഠിക്കാനും നല്ല മിടുക്കിയായിരുന്നു. പക്ഷെ അവൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇല്ല, അവളെ ചതിച്ചതാണ്. പണ്ടൊരു എസ്റ്റേറ്റിലേക്ക് വലിയൊരു മുതലാളി മരിയായിരുന്നു. അവിടെയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മിക്കുട്ടിയും അവരോടൊപ്പം പോകുമായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ആ ഒരു മുതലാളിയുമായിട്ട് അവൾ സ്നേഹത്തിലായത്. പക്ഷെ ആ സമയത്ത് അയാൾക്ക് മറ്റൊരു ഭാര്യയും മോനും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർക്ക് അറിയാമായിരുന്നില്ല. അവര് തമ്മിൽ പരസ്പരം പ്രണയത്തിലായി. അയാൾ അവളെ ചതിക്കുകയായിരുന്നു മോളെ. അവള് പലതവണ അയാൾ താമസിക്കുന്നിടത്ത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആഹാരം കൊണ്ടുപോയി. അച്ഛനും അമ്മയ്ക്കോ പോലും ഒരു സംശയവും തോന്നിയില്ല. പഠിക്കാൻ മിടുക്കിയായതുകൊണ്ട് തന്നെ അവൾ മറ്റൊരു അബദ്ധത്തിൽ ചെന്ന് പാടില്ല എന്നായിരുന്നു അവരുടെ വിശ്വാസം. പക്ഷെ എല്ലാം കൈവിട്ടു പോയി. അവർ തമ്മിൽ അത്രത്തോളം സ്നേഹത്തിലായി. അങ്ങനെ അയാൾ അവൾക്ക് ഒരു കുഞ്ഞിനെയും സമ്മാനിച്ചു. അയാൾ പിന്നെ ആ വഴിക്ക് വന്നതേയില്ല. കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പെങ്ങള് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞത്. അപ്പോഴത്തേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചു, ഓർഫണേജിൽ ഉപേക്ഷിച്ചു. എന്നിട്ട് അവള് മരണത്തിലേക്ക് പോയി. ആ കുഞ്ഞ് പിന്നെ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും ഞങ്ങള് അന്വേഷിക്കാൻ പോയില്ല എന്ന്
അയാൾ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോഴും ആ കുഞ്ഞിനോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, സ്നേഹമുണ്ട് മോളെ, പക്ഷേ ഒരു കാരണവശാലും ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ കഴിയില്ല. എൻ്റെ ഭാര്യയുടെ സ്വഭാവം നീ കുറച്ചു നേരത്തെ കണ്ടതല്ലേ, അവൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട, അവളിപ്പോൾ ഒരു സുരക്ഷിതമായിട്ടുള്ള കൈകളിലാണ് ഉള്ളത്, അവളിപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നമ്പർ തരാം, ഇടയ്ക്ക് എന്നെ വിളിച്ചാൽ മതി, നിങ്ങളുടെ കുഞ്ഞു പെങ്ങളുടെ മോളെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അലീന തിരിച്ചു നടക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും അയാൾ ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ ലക്ഷ്മിക്കുട്ടിയുടെ മോളെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള സമയത്ത് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്നും തിരിച്ചു പോവാണ്. ശേഷം അലീന നേരെ രേവതി കുട്ടിയുടെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ രേവതി കുട്ടിയെ കാണുന്നതും ഭയങ്കര സന്തോഷത്തോടു കൂടി ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അലീന. രേവതി കുട്ടിക്കാണെങ്കിലും അലീന എന്ന് വെച്ചാൽ ജീവനാണല്ലോ. അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിയെ കാണാൻ ഇപ്പോൾ വരാറേയില്ലല്ലോ, എന്ത് പറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അലീന രേവതി കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് നിന്റെ അമ്മയെ പറ്റി അറിയാം, പക്ഷേ നിനക്ക് നിന്റെ അച്ഛനെ പറ്റി അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട്, വേണ്ട അലീന ചേച്ചി, എൻ്റെ അമ്മയെ ചതിച്ചിട്ട് പോയ ആൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയണ്ട, എനിക്ക് അയാളെ കാണുക പോലും വേണ്ട, എനിക്ക് ഞാൻ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ചെകിട്ടത്തടിക്കും, അത്രയ്ക്കുണ്ട് എനിക്ക് അയാളോടുള്ള ദേഷ്യം. എൻ്റെ അമ്മയെ സ്നേഹിച്ച് വഞ്ചിച്ചിട്ട് പോയവനല്ലേ, അയാളെ എൻ്റെ അച്ഛൻ എന്ന് അംഗീകരിക്കാൻ കൂടി എനിക്ക് കഴിയില്ല എന്ന് ദേഷ്യത്തോട് പറയുമ്പോൾ അലീന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ സമയത്ത് എന്തായാലും ഈ ഒരു കാര്യം, ഈ ഒരു വലിയ സത്യം അവളെ ഞാൻ അറിയിക്കുന്നില്ല, അതിനെ കുറച്ച് നാളുകൂടി കാത്തിരിക്കാം. അങ്ങനെ രേവതിക്കുട്ടിയുമായിട്ട് സന്തോഷത്തോടെ സംസാരിച്ചതിന് ശേഷം അലീന അവിടെ നിന്നും ഇറങ്ങി നേരെ വരുന്നത് മനുവിൻ്റെ വീടായ കൈതക്കിലേക്കാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ തന്നെ ശിവപ്രസാദിൻ്റെ ഭാര്യ അവിടെ നിൽപ്പുണ്ട്, കമല. അപ്പോൾ നിക്കടി എവിടെ, നീ എവിടെ, ഈ വേലക്കാരി കടപ്പാട്ടൂരെ വേലക്കാരിക്ക് എന്താ ഈ വീട്ടിൽ കാര്യം, നീ എന്തിനാ എൻ്റെ വീട്ടിൽ അധികാരത്തോടെ കയറി വരുന്നത്, നിനക്ക് എന്താ ഇവിടെ കാര്യം, നീ അവിടെ ബാലചന്ദ്രനെ കൈവശപ്പെടുത്തിയതുപോലെ ഇവിടെ വന്ന് എൻ്റെ ഭർത്താവിനെ നീ കൈവശപ്പെടുത്താൻ നോക്കുകയാണോ, നിനക്ക് എന്താ ഇവിടെ അധികാരം എന്നെല്ലാം കമല ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ വീണ്ടും കമല ചോദിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ ഭർത്താവിനെ കാണണോ എന്നോ, നിനക്ക് അവിടുത്തെ കുടുംബം നശിപ്പിച്ചതുപോലെ ഇവിടുത്തെ കുടുംബവും നശിപ്പിക്കാനാണോടി നീ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ ശിവപ്രസാദ് മുകളിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ശിവപ്രസാദ് ചോദിക്കുന്നുണ്ട്, മോളെ എന്താ കാര്യം, എന്തിനാ നീ എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഒന്നിങ്ങോട്ട് വരണം, എനിക്ക് നിങ്ങളുമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ശിവപ്രസാദ് ആണെങ്കിൽ അലീനയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ അറിയാമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ തന്നെ അയാൾ ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ് കേട്ടോ. ആകെ വിയർത്ത് തലയൊക്കെ കുനിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയോ ആദ്യം അത് നിരസിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും അലീന ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലക്ഷ്മിയെ അറിയില്ല അല്ലേ, മരിച്ചുപോയ ലക്ഷ്മി, അവരോട് പ്രണയം നടിച്ച് അവർക്കൊരു കുഞ്ഞിനെയും സമ്മാനിച്ച് നിങ്ങൾ പോയില്ലേ, ആ സ്ത്രീ ഇപ്പോൾ എവിടെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ശിവപ്രസാദ് പറയുന്നുണ്ട്, അവളിപ്പോൾ എവിടെയുണ്ടെന്ന് പറയുമ്പോൾ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ സ്ത്രീ ഇപ്പോൾ ജീവനോടെ ഇല്ല, പക്ഷേ നിങ്ങളുടെ മകൾ അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്, എവിടെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അയ്യോ എൻ്റെ മോളെവിടെ, എനിക്ക് അവളെ ഒന്ന് കാണണമായിരുന്നു, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ലക്ഷ്മിയുമായിട്ട് ഞാൻ കടുത്ത പ്രണയത്തിലായിരുന്നു, എനിക്ക് അവളിൽ നിന്നും കിട്ടാത്ത സ്നേഹം, എനിക്ക് കമലയിൽ നിന്നും കിട്ടാത്ത സ്നേഹം എല്ലാം ലക്ഷ്മി തന്നു, അങ്ങനെയാണ് ഞാൻ അവളുമായിട്ട് അമിതമായിട്ട് സ്നേഹത്തിലായത്, പക്ഷേ എനിക്ക് അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെ എന്തിനാണ് അവരുടെ ജീവിതം കൂടി നശിപ്പിച്ചത്, നിങ്ങൾക്കൊരു മോനും ഒരു ഭാര്യയില്ലേ, പിന്നെ എന്തിനാണ് മറ്റുള്ള ഒരു സ്ത്രീയുടെ ജീവിതം കൂടി അറിഞ്ഞുകൊണ്ട് നശിപ്പിച്ചത്, നിങ്ങൾക്ക് ഈ ഒരു മോനോ ഭാര്യയോ ഉണ്ടെന്നുള്ള സത്യം അറിഞ്ഞത് തന്നെ അവർ പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ്, ആ സമയത്ത് എല്ലാം കൈവിട്ട് പോയി എന്നെല്ലാം അലീന പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് അവളിൽ നിന്നും കിട്ടാത്ത സ്നേഹം, ഒത്തിരി സ്നേഹം എനിക്ക് ലക്ഷ്മി തന്നു, പക്ഷെ ഒരിക്കലും എനിക്ക് അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു, പക്ഷെ അവൾക്കൊരു കുഞ്ഞുണ്ട് എന്നും അവളിപ്പോഴും ജീവനോടെ ഉണ്ടെന്നും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണാൻ കഴിയുമോ, എവിടെയാണ് അവളിപ്പോൾ, എത്ര വയസ്സായി അവൾക്ക്, എനിക്ക് അവളെ കാണാൻ കൊതിയാവുന്നു, എൻ്റെ ലക്ഷ്മിയുടെ മോളെ എന്നൊക്കെല്ലാം ശിവപ്രസാദ് പറയുമ്പോൾ അലീനയ്ക്ക് വളരെ പുച്ഛം തോന്നുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാണോ ഇല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ, ഒരു സ്ത്രീയെ പിഴപ്പിച്ച് പ്രസവിച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ അന്വേഷിക്കുകയാണോ നിങ്ങളുടെ മോൾ എവിടെയാണെന്ന്, നിങ്ങൾക്ക് നാണോ ഇല്ലേ എന്നൊക്കെ വീണ്ടും അലീന വളരെ രൂക്ഷമായിട്ട് തന്നെ അയാളോട് ചോദിക്കുന്നുണ്ട്. അയാൾക്കാണെങ്കിൽ തിരിച്ചൊന്നും പറയാനില്ല. ഇത്രയും നേരം അലീനയ്ക്ക് എൻ്റെ ഭർത്താവിനോട് എന്തായിരിക്കും പറയാനുള്ളത് എന്നെല്ലാം കമല ആലോചിച്ചിട്ട് അവിടെ അകത്ത് നിന്നും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കമല ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി നിങ്ങൾക്ക്, ഇവള് നിങ്ങളോട് എന്താ ചോദിച്ച്, ഇത്രയും സമയം നല്ല സന്തോഷത്തോടെ ഇരുന്ന് നിങ്ങളുടെ മുഖം
ഇപ്പോൾ എന്താ പെട്ടെന്ന് എന്ത് പറ്റി ഇത്രയും സങ്കടത്തിലാവാൻ എന്നെല്ലാം കമല ചോദിക്കുമ്പോൾ ശിവപ്രസാദ് ഒന്നുമില്ല, കമല നീ അകത്ത് പോയിക്കോ, ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ ആയതാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ കമലയ്ക്കും എന്തോ ഒരു ഡൗട്ട് മുഖത്ത് വരുന്നുണ്ട്. അവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. വീണ്ടും അലീന തിരിഞ്ഞു നടക്കുമ്പോൾ ശിവപ്രസാദ് അവളെ വിളിക്കുന്നുണ്ട്. എൻ്റെ മോളെ എനിക്കൊന്ന് കാണണം, അവളോട് എനിക്ക് ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് ചോദിക്കണം. അവളുടെ അമ്മയെ ഞാനിങ്ങനെ ചതിച്ചിട്ട് പോയതല്ലേ, അതുകൊണ്ട് അവൾക്ക് എന്തായാലും എന്നെ കാണണമെന്ന് ആഗ്രഹമൊന്നും കാണില്ല എന്ന് എനിക്കറിയാം. അവൾക്ക് എന്നെ കണ്ടാൽ വലിച്ചു കീറാനുള്ള ദേഷ്യം കാണും, പക്ഷെ എന്നാലും ഞാൻ അതെല്ലാം ഉള്ളിൽ ഒതുക്കാം. എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ശരി, ഒരു നാൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാം, പക്ഷെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്നും പോവാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനുവിനോട് അലീന തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. മനുവിനാണെങ്കിൽ അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. മനുവിൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു സ്ത്രീയെ പിഴപ്പിച്ചു, അതിലൊരു കുഞ്ഞുണ്ടായി എന്നുള്ളൊരു സത്യമൊന്നും മനുവിന് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. പക്ഷെ രേവതി കുട്ടിയോട് എന്തോ ഒരു പെങ്ങളെന്നുള്ളൊരു സ്നേഹം മനുവിന് നേരത്തെയുണ്ട്. അപ്പോൾ അലീനയോടായിട്ട് മനു പറയുന്നുണ്ട്, അലീന എനിക്ക് രേവതി കുട്ടിയൊന്ന് കാണണമെന്നുണ്ട് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ശരി മനുവേട്ട, ഞാൻ അവളെയും കൂട്ടി വരാം എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം തന്നെ അലീന രേവതിക്കുട്ടിയും കൂട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനുവിനെ കാണുന്നതും മനുവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ് രേവതിക്കുട്ടി. അപ്പോൾ അവളുടെ സ്വന്തം പെങ്ങൾ ഓടി വരുന്നത് പോലെയൊക്കെയാണ് കേട്ടോ മനുവിന് തോന്നുന്നത്. അപ്പോൾ മനു ഓടിച്ചെന്ന് കുട്ടിയെയും കെട്ടിപ്പിടിച്ച് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. മനുവിൻ്റെ ആ സ്നേഹം കാണുമ്പോൾ രേവതിക്കുട്ടിക്ക് വല്ലാതെ കണ്ണ് നിറഞ്ഞു പോവാണ്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മനുവേട്ട എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, നീ എൻ്റെ കുഞ്ഞു പെങ്ങളൂട്ടിയല്ലേ, നീ എൻ്റെ സ്വന്തം പെങ്ങൾ തന്നെയാണെന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്നെ ദത്തെടുത്തോ മനുവേട്ട എന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ കുഞ്ഞു പെങ്ങളല്ലേ, എൻ്റെ സ്വന്തം പെങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രേവതിക്കുട്ടിയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ മനു. അപ്പോൾ ഇത് കാണുമ്പോൾ അലീനയ്ക്കും വലിയ സന്തോഷമാവുന്നുണ്ട്. എൻ്റെ രേവതിക്കുട്ടിയെ അവളുടെ അച്ഛൻ അംഗീകരിച്ചില്ലെങ്കിലും അവളുടെ ഏട്ടനുണ്ടല്ലോ, അവളുടെ സ്വന്തം ഏട്ടൻ, അത് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മനുവേട്ടൻ, എനിക്കത് മാത്രം മതി. എന്തൊക്കെ പറഞ്ഞിരുന്നാലും അവളുടെ അച്ഛൻ അംഗീകരിച്ചില്ലെങ്കിലും മനുവേട്ടനുണ്ടല്ലോ എന്നെല്ലാം ഓർത്ത് അലീനയുടെ മനസ്സ് നിറഞ്ഞു പോവാണ്. അങ്ങനെ മഴതോരൻ മുൻപേ സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു അപ്കമിങ് എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്